വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേരളത്തിലെ കലാപങ്ങളാണ് അപ്ലോഡ് ചെയ്തത്. കലാപങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആവർത്തിച്ച പോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റ് ഭാഗങ്ങളും കൂടി അതേ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കണം. ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിൽ ആദ്യമായി നേടിയ നഗരസഭയുടെ പേരെന്ത്? ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിൽ ആദ്യമായി നേടിയ നഗരസഭയുടെ പേരാണ് കൊട്ടാരക്കര നഗരസഭ. ഏത് നഗരസഭയാണ്? കൊട്ടാരക്കര നഗരസഭ. നെക്സ്റ്റ് വൺ, യൂറോ കപ്പ് 2024 വിന്നർ ആരാണ്? യൂറോ കപ്പ് 2024 വിന്നർ ആരാണ്? ആരാണ് വിന്നർ? സ്പെയിൻ ആണ്. ആരെയാണ് തോൽപ്പിച്ചത്? ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാലോ. ആരെ തോൽപ്പിച്ചു? ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. നെക്സ്റ്റ് വൺ, ക്ഷേത്ര ആചാരങ്ങൾക്ക് റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യ ക്ഷേത്രം ഏതാണ്? തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. ആനയ്ക്ക് അവർ പേര് ഇട്ടു ഇരിഞ്ഞാടപ്പള്ളി രാമൻ. എന്താണ്? ഇരിഞ്ഞാടപ്പള്ളി രാമൻ. നമുക്കറിയാം അല്ലെ, കുറേയധികം എന്നും ആനയോട്ടവും പ്രശ്നങ്ങളുമാണ് എല്ലാ ഉത്സവങ്ങൾക്കൊക്കെ. അപ്പൊ ഇവരൊരു വ്യത്യസ്തത കൊണ്ടുവന്നതാവും കേട്ടോ. ഇനി അടുത്തത്, നിലാവിന്റെ നേരറിയാൻ. നിലാവിന്റെ നേരറിയാൻ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ്. ഈ ഡോക്യുമെന്ററി ഏത് ISRO ചെയർമാനുമായി റിലേറ്റഡ് ആണ്? ആരുമായിട്ടാണ്? ജി മാധവൻ നായർ. അപ്പൊ ജി മാധവൻ നായരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിലാവിന്റെ നേരറിയാൻ എന്ന് പറയുന്നത് ഡോക്യുമെന്ററി. അദ്ദേഹം ആരാണ്? ISRO ചെയർമാൻ, മുൻ ISRO ചെയർമാൻ. അനധികൃത മയക്കുമരുന്ന് കടത്തലിനെതിരെ, ഇപ്പൊ ധാരാളം മയക്കുമരുന്ന് കടത്തലുകളെ കുറിച്ചൊക്കെ നമ്മൾ പേപ്പറിൽ സ്ഥിരം വായിക്കുന്നുണ്ട്. അതിനെതിരെ ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ബ്രോഡർ സോഡ്. ഓപ്പറേഷൻ ബ്രോഡർ ആണ്, ബോർഡർ അല്ല കേട്ടോ. ഓപ്പറേഷൻ ബ്രോഡർ സ്വോർഡ്. എന്താണ്? ബ്രോഡർ സ്വോർഡ്. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഗവൺമെന്റിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പദ്ധതിയുടെ പേരാണ് സ്വയം. ഇതൊക്കെ ഇതില് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒട്ടുമുക്കാൽ ഭാഗം കറണ്ട് അഫയേഴ്സും ഈ അടുത്ത കാലത്ത് PSC, അതായത് 2024 കാലയളവിലൊക്കെ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചതാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വയം പദ്ധതിയുടെ പ്രത്യേകത എന്ത്? സ്വയം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എന്താണ് സ്വയം? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എന്താ ഇതിന്റെ ഉദ്ദേശം? അതായത് ഇന്ത്യയിലെ പൗരന്മാർക്ക് ക്വാളിറ്റി ഉള്ളതും ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം. ഗുണനിലവാരമുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രീ ആയിട്ടുള്ളതാണ്. എക്സാമിന് എഴുതാൻ മാത്രമായിട്ട് കുറച്ച് രൂപ, 500 രൂപ, അങ്ങനെയൊക്കെ വലിയ വലിയ കോഴ്സുകൾക്ക് വരെ വളരെ ചുരുങ്ങിയ, നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് സ്വയം. നെക്സ്റ്റ് വൺ, 2024 ജാനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടന്ന ഇന്ത്യ UAE സൈനിക അഭ്യാസത്തിന്റെ പേരെന്ത്? പലപ്പോഴും പരീക്ഷകൾക്ക് സൈനിക അഭ്യാസങ്ങൾ ചോദിക്കാറുണ്ട്. അതിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. എന്താ പേര്? ഡെസേർട്ട് സൈക്ലോൺ. നെക്സ്റ്റ് വൺ, ശീതൾ ദേവി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താ ഇവിടെ ശീതൾ ദേവിയുടെ പേര് ഞാൻ ഉൾപ്പെടുത്താൻ കാരണമെങ്കിൽ അവര് ആർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ശീതൾ ദേവി ഏത് കായിക ഇനാണ്? ആർച്ചറിയാണ്. പറയാനുള്ള കാരണം നോക്കൂ, അതായത് വേൾഡില് പാരാ അത്ലറ്റിക്സിന് കൊടുക്കുന്ന 2023 വേൾഡ് ആർച്ചറി അവാർഡ് നേടിയത് ആരാണ്? ഈ ശീതൾ ദേവിയാണ്. അപ്പൊ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത ഇല്ലേത്? അതുകൊണ്ടാണ് ഇത് കൊടുത്തത്. നെക്സ്റ്റ് വൺ, 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് പൂവ്. ഏതാണ്? മലയാള ചിത്രം പൂവ്. നെക്സ്റ്റ് വൺ, ഇതും ഒരു സിനിമ തന്നെയാണ്. അയ്യങ്കാളിയുടെ ജീവിതം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമായി നിർമ്മിക്കുന്ന സിനിമയാണ് ഏതാണ്? പ്രമേയമായ സിനിമയാണ് കതിരവൻ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമായ സിനിമയുടെ പേരാണ് കതിരവൻ. നെക്സ്റ്റ് വൺ, അമീബിക് മസ്തിഷ്ക ജ്വരം. മുമ്പ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും പറയാണ് പ്രധാനം. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് മാർഗരേഖ തയ്യാറാക്കിയ രാജ്യത്തെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ തന്നെ ആദ്യ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ് വൺ, 2024 വേൾഡ്
ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് സിംഗപ്പൂർ. 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് സിംഗപ്പൂർ. നെക്സ്റ്റ് വൺ, എന്താണ് അനന്യ മലയാളം? അനന്യ മലയാളം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. നമ്മുടെ അതിഥി തൊഴിലാളികൾ ഉണ്ടല്ലോ, അവർക്ക് മലയാളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൊടുക്കാൻ വേണ്ടി നമ്മൾ, അതായത് അവരെ മലയാളം പറയാനും എഴുതാനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ അനന്യ മലയാളം എന്ന് പറയുന്ന പദ്ധതി. എന്താ പദ്ധതിയുടെ പേര്? അനന്യ മലയാളം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. നമുക്ക് നോക്കൂ, 2024 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം നേടിയതാര്? 2024 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം നേടിയത് MV ജനാർദ്ദനൻ. ആരാണ്? MV ജനാർദ്ദനൻ. നെക്സ്റ്റ് വൺ, രാജ്യത്തെ ധീര ജവാന്മാരുടെ സ്മരണയ്ക്കായിട്ട്, രാജ്യത്തെ ധീര ജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെ? യുദ്ധസ്മാരകം നിലവിൽ വരാൻ പോകുന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലാണ്, ചെറുവക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. തിരുവനന്തപുരം ജില്ലയിൽ ചെറുവക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അടുത്തത് എന്താണ് യെല്ലോ ലൈൻ? എന്താണ് യെല്ലോ ലൈൻ? അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കാനുള്ള പദ്ധതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കാനുള്ള പദ്ധതി. നെക്സ്റ്റ് വൺ, വനിതാ സംരംഭകർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ലഭ്യമാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. വനിതാ സംരംഭകർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ലഭ്യമാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി മഹിള ഇ-ഹാറ്റ്. എന്താണ്? മഹിള ഇ-ഹാറ്റ്. നെക്സ്റ്റ് വൺ, വേൾഡിലെ ഇപ്പൊ AI വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വേർഡാണ് AI. അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യമുണ്ട്. വേൾഡിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി എവിടെയാണ്? അബുദാബി. വേൾഡിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി അബുദാബി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മനാഞ്ചിറ സ്ക്വയർ പാർക്ക്. മനാഞ്ചിറ സ്ക്വയർ പാർക്ക്. നെക്സ്റ്റ് വൺ, 2023 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ്? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. 2023 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ, മികച്ച പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ് വൺ, ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥത്തിന്റെ പേരെന്താ? പലമത സാരവുമേകം. ഇതാണ് പലമത സാരവുമേകം. ഒന്നുകൂടെ പറയാം. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ഉണ്ടായല്ലോ. ആ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി ഒരു പുസ്തകം അടിച്ചിറക്കി. ഏതാണ് ആ സ്മാരക ഗ്രന്ഥം? പലമത സാരവുമേകം. ഏതാണ്? പലമത സാരവുമേകം. ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത്, രാജ്യത്ത് ആദ്യമായി, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജല ബഡ്ജറ്റ് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ആരാണ്? നമ്മുടെ സംസ്ഥാനം കേരളം. നെക്സ്റ്റ് വൺ, ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സാമൂഹിക നീതി വകുപ്പിന്റെ മികച്ച നഗരസഭയ്ക്കുള്ള 2023 ഭിന്നശേഷി പുരസ്കാരം നേടിയ നഗരസഭ ഏതാണ്? ഏലൂർ നഗരസഭ. ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിക്കുക. ഭിന്നശേഷിക്കാരാണ്, വലിയ പ്രാധാന്യമുണ്ട്, അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതായത് ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് ഭിന്നശേഷിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ കുറേയധികം കാര്യങ്ങൾ ആ നഗരസഭ ചെയ്തിട്ടുണ്ടാവും. ചെയ്തതിന് സാമൂഹിക നീതി വകുപ്പിന്റെ മികച്ച നഗരസഭയ്ക്കുള്ള 2023 ഭിന്നശേഷി പുരസ്കാരം നേടിയ നഗരസഭ ഏലൂർ നഗരസഭ. നെക്സ്റ്റ് നോക്കൂ,
എന്താണ് സൗഭാഗ്യ? എന്താണ് സൗഭാഗ്യ? ഇന്ത്യയിലെ ഗ്രാമങ്ങളായിക്കോട്ടെ നഗരങ്ങളായിക്കോട്ടെ എല്ലായിടങ്ങളിലും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് സൗഭാഗ്യ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് 2024 പത്മശ്രീ പുരസ്കാര ജേതാവും 2024 പത്മശ്രീ പുരസ്കാര ജേതാവും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയും സാമൂഹിക പ്രവർത്തകയുമായ ലേഡി ആരാണ്? 2024 പത്മശ്രീ പുരസ്കാര ജേതാവ്. അവരുടെ പ്രത്യേകത അവർ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയാണ്, സാമൂഹിക പ്രവർത്തകയാണ്. അവരാണ് പ്രേമ ധൻരാജ്. ആരാണ്? പ്രേമ ധൻരാജ്. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായി വിചാരിക്കണം. ഇപ്പൊ നമ്മൾ 25ഓളം ക്വസ്റ്റ്യൻസ് പറയണ്ടായി. വളരെ വൃത്തിയായിട്ട് നിങ്ങൾ കേൾക്കുക. അതായത് കേൾക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്. നന്നായി കേട്ട് മനസ്സിലാക്കുക. സംശയമുള്ളത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. മുഴുവനായിട്ട് എഴുതിയെടുക്കണം എന്ന് തന്നെ ഞാൻ പറയും. എന്നാലാണ് ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലത് ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ KSRTCയുടെ പ്രോജക്റ്റ് ഗ്രാമവണ്ടി. ഏതാണ്? ഗ്രാമവണ്ടി. അപ്പൊ എല്ലാ ഗ്രാമങ്ങളിലേക്കും KSRTC എത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഒന്നും കൂടെ പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ KSRTCയുടെ പദ്ധതിയാണ് ഗ്രാമവണ്ടി. അടുത്ത നോക്കൂ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞത്തിന്റെ പേര്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞത്തിന്റെ പേര് എന്താണ്? ഇന്ദ്രധനുഷ് 5.0. ഇന്ദ്രധനുഷ് 5.0 കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം. നെക്സ്റ്റ് വൺ. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ലയാണ് എറണാകുളം. അപ്പൊ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ലയാണ് എറണാകുളം. 2024 ജാനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാർ ഒപ്പിട്ട അയൽ രാജ്യത്തിന്റെ പേരാണ് നേപ്പാൾ. 2024 ജാനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യത്തിന്റെ പേരാണ് നേപ്പാൾ. അടുത്തത്. ഇരുചക്ര വാഹനങ്ങൾ ദൂരത്തേക്ക് എത്തിക്കാനുള്ള KSRTCയുടെ പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരത്തേക്ക് എത്തിക്കാൻ KSRTCയുടെ പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. നേരത്തെ നമ്മൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് അവരുടെ സഹായത്തോടു കൂടി ഗ്രാമങ്ങളിലൊക്കെ അല്ലെ കൊണ്ടുവരുന്ന എന്താ പറയാ റോഡുകളില് KSRTC വണ്ടികൾ കൊണ്ടുവരുന്നതാണ് ഗ്രാമവണ്ടി. ഇതേതാണ് ബൈക്ക് എക്സ്പ്രസ്. നെക്സ്റ്റ് വൺ. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. എന്ത് ക്വസ്റ്റ്യന്റെയും ആദ്യ സംസ്ഥാനത്തിന്റെ ഉത്തരം കുറേ അധികം കേരളം ഉണ്ട്. വിചാരിച്ച എല്ലാം കേരളം എഴുതാൻ പാടില്ല കേട്ടോ. അപ്പൊ മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. നെക്സ്റ്റ് വൺ. 2024 ജാനുവരിയിൽ നടന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ. ഒന്നും കൂടെ പറയാം. 2024 ജാനുവരിയിൽ നടന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിര അംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങളാണ് ഇറാൻ, എത്യോപ്യ, ഈജിപ്ത്, UAE, സൗദി അറേബ്യ. ഒന്നും കൂടെ. ഇറാൻ, എത്യോപ്യ, ഈജിപ്ത്, UAE, സൗദി അറേബ്യ. നെക്സ്റ്റ് വൺ. പ്രൈം മിനിസ്റ്ററുടെ പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? അതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. എന്താണ് മുദ്ര പദ്ധതി? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. ചിലപ്പോൾ മുദ്രയുടെ ഫുൾ ഫോം തന്നെ ചോദിക്കാം. അത്രയും പ്രധാനമാണ്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. ഇത് എത്തരം സ്ഥാപനമാണ്? ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ NBFC ആണ് ഇത് മുദ്ര. എന്താ ലക്ഷ്യം? ചെറുകിട സമ്പദ് വ്യവസ്ഥയെ മുഖ്യധാരയിൽ എത്തിക്കുക. ചെറുകിട സമ്പദ് മൈക്രോ യൂണിറ്റ്സ് എന്നല്ലേ പറയണേ. അപ്പൊ ചെറുകിട സമ്പദ് വ്യവസ്ഥയെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം.
കേരള എംപ്ലോയ്മെന്റില്, അതായത് കേരളത്തില് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാർക്കും ജോലി കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ ജോലി കിട്ടാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ നേടാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി, സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. എന്താ പദ്ധതിയുടെ പേര്? നവജീവൻ. അപ്പൊ കേരളത്തിലെ എംപ്ലോയ്മെന്റുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? നവജീവൻ. നെക്സ്റ്റ് നോക്കൂ, വേൾഡിലെ ആദ്യത്തെ, നേരത്തെ നമ്മൾ പറഞ്ഞു AI യൂണിവേഴ്സിറ്റി അല്ലെ, ഇനി ഇവിടെ നോക്കിയേ, വേൾഡിലെ ആദ്യത്തെ AI ഉച്ചകോടി എവിടെയാ നടന്നത്? വേൾഡിലെ ആദ്യത്തെ AI ഉച്ചകോടി നടന്നത് 2023 നവംബറിൽ ബ്രിട്ടനിലാണ്. 2023 നവംബറിൽ ബ്രിട്ടനിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ എവിടെ നിലവിൽ വന്നു? ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ. എവിടെയാണ്? കൊച്ചി വാട്ടർ മെട്രോ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലഗ്രാഞ്ചിയൻ പോയിന്റിൽ എത്തിയത് എന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ സൗര ദൗത്യമായ L1 പേടകം, ആദിത്യ L1 പേടകം ലഗ്രാഞ്ചിയൻ പോയിന്റിൽ എത്തിയത് 2024 ജാനുവരി 6. പ്രധാനമാണ് കേട്ടോ, 2024 ജാനുവരി 6. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത്, വളരെ ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യയിൽ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത് എവിടെ? ബാംഗ്ലൂരിലാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം, 2024 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദ്. നെക്സ്റ്റ് വൺ, 2024 പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം, ശ്രദ്ധിക്കണം, പ്രധാനാണ്, രാഹുൽ ഗാന്ധി. ആരാണ്? രാഹുൽ ഗാന്ധി. നെക്സ്റ്റ് വൺ, 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച്, 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടം ഏത്? കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടം ഏത്? കെട്ടിടം അമേസ് 28. എന്താണ്? അമേസ് 28 ആണ്. തിരുവനന്തപുരത്ത് കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രയിലാണ്. കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രയിലാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം, കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ്? കുളത്തൂപ്പുഴ, കൊല്ലം. നെക്സ്റ്റ് വൺ, സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് നേടിയ കളക്ടറേറ്റ് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് നേടിയ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം. ഇതാണ് കോട്ടയം. രക്തദാനത്തിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത് കുറച്ചാണ് ചോദിച്ചത്. രക്തദാനത്തിന് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി, രക്തദാനത്തിന് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു? 45ഓളം കറണ്ട് അഫയേഴ്സ് പഠിച്ചു. ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ, അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരള ഫാക്ട്സ് വേറെ ഇട്ടിട്ടുണ്ട്. ഇനി കൂടാതെ നിങ്ങൾ നവോത്ഥാനങ്ങൾ, അതൊക്കെ വേറെ വേറെ, കേരളത്തിലെ കലാപങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് വൈസ് ഓരോന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. അതായത് വെറുതെ ടീച്ചറുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ലല്ലോ. ടീച്ചർ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ മര്യാദയ്ക്ക് ഭംഗിയായിട്ട് പഠിക്കണം. പലരും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കിട്ടില്ല, ഇനി അടുത്തതെങ്കിലും കിട്ടണം. അടുത്തെങ്കിലും കിട്ടണമെങ്കിൽ അപ്പം അടുത്തത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ചാൽ മതിയോ? പോരാ, എപ്പോൾ പഠിക്കണം? ഇപ്പോഴേ തന്നെ നമ്മൾ പഠിക്കണം. അപ്പം ഇപ്പോഴേ പഠിക്കുക. പഠനം നടന്നതിന് ശേഷം റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തൊക്കെയാണ് നമ്മളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ, നല്ലൊരു റാങ്കിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ ഭംഗിയായിട്ട് ക്ലാസ്സുകൾ കാണുക, നോട്ടുകളൊക്കെ എഴുതുക, എന്നിട്ട് ഭംഗിയായിട്ട് അത് പഠിച്ചെടുക്കുക കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത്, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ, കുറേയധികം കുട്ടികൾ നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായിച്ചാൽ നിങ്ങൾ വീണ്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ക്ലാസ്സുകൾ. പ്ലസ് എന്തും കൂടെ ചെയ്യണം, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടും.
പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനി നാളെ വീണ്ടും കാണാം കേട്ടോ.